Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യൽ ഡിഷ് ആയിട്ടുള്ള ഇറച്ചിപ്പത്തൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 1.5 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന രീതിയിലൊന്ന് കുഴച്ച് മാറ്റിയെടുത്ത് വെക്കാം. അപ്പം നമ്മൾ ഡോ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ അടച്ചു വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്ങിന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 4 കൂടെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി ഞാൻ ഏകദേശം വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പുതിന, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഞാൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനി ഇത് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് ശരിക്കും എരിവ് എന്ന് പറയുന്നത് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകും മാത്രം കേട്ടോ. വേറെ മസാലകളൊന്നും ഞാൻ ഇതിനകത്ത് കൂട്ടാറില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി വറുത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിക്കനും അതുപോലെ തന്നെ ബീഫും ഉപയോഗിക്കാം, എഗ്ഗും ഉപയോഗിക്കാം കേട്ടോ. മൂന്നിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ മസാല നന്നായിട്ട് എല്ലാം നല്ല ഒരേപോലെ ആയിട്ടുണ്ട്, നമ്മൾ എഗ്ഗ് വെച്ചിട്ട് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ആ ഒരു എഗ്ഗിലേക്ക് ആ ഒരു മസാലേൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് അടച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോ ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് ബോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഈ ഒരു രൂപത്തിൽ പരത്തിയെടുക്കണം. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ചെറിയ രീതിയിൽ നമ്മളിതുപോലെ പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ അത് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡ് അതെങ്ങനെയാണെന്ന് നോക്കാം. ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡൊന്ന് പിരിച്ചെടുക്കണം. നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് എണ്ണയിൽ പൊട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സൈഡ് നന്നായിട്ടിങ്ങനെ പിരിച്ചെടുക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം അതറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് കണ്ടു നോക്കുക. നല്ല ഈസിയാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദ കൊണ്ട് 6 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുത്താൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ വേകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താലേ വേഗുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ എല്ലാ പത്തിലും നമ്മൾ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒക്കെ ചെയ്താൽ മതി. ഓവർ ബീറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ പഞ്ചസാര ഒന്ന് ആ മുട്ടയിൽ മിക്സ് ആകണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നെയ്യിൽ വാട്ടിയെടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്.